إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ നിരന്തരമായ ജീവിതത്തിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ് വസിയത്ത് എന്ന് പറയുന്ന വാചകം. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പിക്കുക, അതുപോലെ തന്നെ ഉപദേശിക്കുക എന്നൊക്കെയാണ് വസിയത്ത് എന്ന പദത്തിൻ്റെ അർത്ഥമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, മരണത്തിന് മുമ്പായി ഒരു വ്യക്തി തൻ്റെ അനന്തരാവകാശികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും സ്വത്ത് ലഭിക്കണമെന്നുണ്ട് എങ്കിൽ അദ്ദേഹം നടത്തുന്ന കൽപ്പനകൾക്കും സാങ്കേതികപരമായി ഇസ്തിലാഹിയായി കൊണ്ട് വസിയത്ത് എന്ന് പറയപ്പെടാറുണ്ട്. മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും ആ വസിയത്തുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി, ആരെങ്കിലും ചെയ്ത വസിയത്തുകൾ പൂർത്തീകരിക്കാൻ അതീവ ശ്രദ്ധ കാണിക്കുന്നവരുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തന്നെ. ഏതൊരു വസിയത്തും നമ്മൾ പാലിക്കുന്നത്, ആരാണോ ആ വസിയത്ത് ചെയ്ത വ്യക്തി, ആ വ്യക്തിയുടെ സ്ഥാനവും മഹത്വവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് കൊണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ മാതാവോ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരോ ആരെങ്കിലും ഒരാൾ അവരുടെ മരണസമയത്ത് എന്തെങ്കിലും ഒരു ഉപദേശം നൽകുകയാണ് എങ്കിൽ അവരോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കാരണത്താൽ, ബഹുമാനാദരവ് കാരണത്താൽ ആ വസിയത്തുകൾ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധ പുലർത്താറുണ്ട്. എന്നാൽ നമ്മുടെ മാതാവിനേക്കാളും നമ്മുടെ പിതാവിനേക്കാളും മറ്റെല്ലാ വ്യക്തികളെക്കാളും മറ്റെന്തിനേക്കാളും നമ്മൾ ഏറെ സ്നേഹിക്കണമെന്ന് നമ്മൾ കൽപ്പിക്കപ്പെട്ട വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരുപാട് വസിയത്തുകൾ അവിടുത്തെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമായിരുന്നു. അവരൊക്കെ അത് ജീവിതത്തിൽ പകർത്താൻ അതീവ ശ്രദ്ധ കാണിക്കുകയും ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്ത്യസമയങ്ങളിൽ ഒരുപാട് ഉപദേശങ്ങൾ അവിടുത്തെ ഉമ്മത്തിനും സഹാബാക്കൾക്കുമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് നൽകിയ, നമ്മൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശമായി പറഞ്ഞു തന്ന ഏതാനും ചില വസിയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുതുബയിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് 5 ദിവസങ്ങൾക്ക് മുമ്പായിക്കൊണ്ട് അവിടുന്ന് ഉമ്മത്തിനോട് നടത്തിയ വസിയത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു വസിയത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഭയപ്പെട്ട ഒരു ഭയം എന്ന് പറയുന്നത് തൻ്റെ ഉമ്മത്ത് സുഖലോലുപതകളിൽ, ദുനിയാവിൻ്റെ ചതിക്കുഴികളിൽ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ സുഖലോലുപതകളിൽ അവർ മുഴുകി ജീവിക്കുമോ എന്നായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വല്ലാതെ ഭയപ്പെട്ടിരുന്ന ഒന്നാമത്തെ കാര്യം. ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയ. നിങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദുനിയാവിന്റെ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതിനെയാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ വിഭവങ്ങൾ വേണ്ടോളം നൽകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വല്ലാതെ ഭയക്കുന്നുവെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നു. സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും ചോദിച്ചു, വമാ സഹറത്തു ദുനിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ദുനിയാവിന്റെ വിഭവങ്ങൾ, ദുനിയാവിന്റെ സഹറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സ്വഹാബാക്കൾ റളിയല്ലാഹു അൻഹും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ബറകാത്തുൽ അർദ്, അത് ഭൂമിയിൽ ഉണ്ടാവുന്ന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ദുനിയാവിന് അങ്ങനെ ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എന്തെല്ലാം നിഅമത്തുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ അകന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും ആഖിറത്തിന്റെ വിഷയത്തിലും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നല്ലൊരു ജോലി കിട്ടുന്നത് വരേക്കും അവൻ അള്ളാഹുവിൽ വല്ലാത്ത ഭരമേൽപ്പിച്ചുകൊണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും ഒക്കെ ജീവിച്ചവനായിരിക്കും. ഒരുപക്ഷെ അവന്റെ ജോലി അവനെ അള്ളാഹുവിൽ നിന്ന് മറപ്പിച്ചു കളയും. അതല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് വന്നു കൂടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മയില്ലാത്ത പ്രവർത്തനങ്ങളായിരിക്കും അവന്റെ ജീവിതത്തിൽ കടന്നു വരിക. അതല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതേത് നിഅമത്തുകളാകട്ടെ അതൊക്കെ ലഭിക്കുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അകലുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ലോക ജീവിതം ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ശേഷം പറഞ്ഞു, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അതുപോലെ തന്നെ മഹാവഞ്ചകനായ പിശാചും നിങ്ങളെ ഈ ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് നിങ്ങളുടെ സുഖലോലുപത നിറഞ്ഞ ഈ ദുനിയാവിന്റെ ജീവിതത്തിനായിരിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അത് വെറുതെ പറഞ്ഞതല്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിതം ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഹദീസിൽ കാണുകയാണ്, എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഇന്ന പദവികൾ ലഭിക്കും, ഇന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊക്കെ എത്രത്തോളം താല്പര്യം നമ്മൾ കാണിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ സ്വന്തത്തോളം ചോദിച്ചു നോക്കിയാൽ മതി. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ കുറഞ്ഞ ലാഭങ്ങൾ കിട്ടും, അതല്ലെങ്കിൽ കുറഞ്ഞ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും, സ്ഥാനമാനങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നാലെ ഓടാൻ എത്രത്തോളം സമയം നമ്മൾ കണ്ടെത്തുന്നു എന്നുള്ളതും നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടുന്ന ഒരു മേഖലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ഫളായിലുകൾ, ഒരുപാട് അഅമാലുകളുടെ പ്രവർത്തനങ്ങളുടെ ഫളായിലുകളും അതിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അതൊന്നും തന്നെ യാതൊരു നിലക്കുള്ള മാറ്റങ്ങളും ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദുനിയാവിന്റെ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും ലാഭങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സംഗതിയെ സംബന്ധിച്ച് നമ്മളോട് ഉണർത്തുമ്പോൾ എത്ര ഗൗരവത്തോടു കൂടിയാണ്, അതല്ലെങ്കിൽ എത്ര ശ്രദ്ധയോടുകൂടിയാണ് നമ്മളത് കേൾക്കലും അത് സ്വീകരിക്കലും അത് പകർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യാന്നുള്ളത് ഞാൻ എന്നോട് ചോദിക്കുക, നമ്മൾ ഓരോരുത്തരോടും നമ്മളോട് ചോദിക്കുക. അപ്പോൾ മനസ്സിലാകും അള്ളാഹുവിന്റെ ഈ ആയത്തിന്റെ പ്രാധാന്യം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് ഈ ദുനിയാവിന്റെ ജീവിതത്തിനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ,
പക്ഷേ ആഖിറത്താണ്, ഈ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതമാണ് ഏറ്റവും ഉത്തമമായതും എന്തെന്നും അവശേഷിക്കുന്നതുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദുനിയാവിന്റെ സുഖലോലുപതകളിൽ മുഴുകി ജീവിക്കുക എന്നുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്ന കാര്യമാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ സുഖലോലുപതകളിൽ മാത്രമായി കൊണ്ടൊരാൾ ഒതുങ്ങിക്കൂടുന്നുണ്ട് എങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ടവനാണ് എന്നാണ് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു വസിയത്ത് എന്ന് പറയുന്നത് ഖബർ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരുപാട് തവണ നമ്മൾ ആവർത്തിക്കുകയും പറയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത വിഷയമാണ് ഖബറുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ എന്തെല്ലാം കർമ്മങ്ങൾ ആരാധനകളായി പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ അവകാശപ്പെട്ടിട്ടുള്ളത് റഹ്മാനായ റബ്ബ് മാത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ അവകാശമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. നസ്രാണികളെയും ജൂതന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ, അവരുടെ മേൽ ശാപമുണ്ട്. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുമാരുടെ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അമ്പിയാക്കളുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിച്ചു എന്ന്, അതിന്റെ പേരിലാണ് അവർക്ക് ശാപം കിട്ടിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അമ്പിയാക്കളുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കിയതിനാണ് അവർ ശപിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ആരാണെന്നറിയാത്ത, മുസ്ലിമാണോ അതല്ല കാഫിറാണോ എന്നറിയാത്ത, അതല്ലെങ്കിൽ നല്ലവനാണോ അതല്ല ഫാസിഖാണോ തെമ്മാടിയാണോ എന്നറിയാത്ത ഒരുപാട് ആളുകളുടെ ഖബറുകൾ പൊന്തുകയും അവിടേക്ക് പോയി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധനാ കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്ന മുസ്ലിം ഉമ്മത്തിന് എത്രത്തോളം വലിയ ഷെറിലാണ് മുസ്ലിം ഉമ്മത്ത് പോയി പതിച്ചിരിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അതുപോലെ തന്നെ മൂന്നാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന വസിയത്ത് തങ്ങളുടെ ഖബറിനെ ഒരിക്കലും ആരാധനാ കേന്ദ്രമാക്കരുത് എന്നാണ്. ഒരിക്കലും നിങ്ങൾ എൻ്റെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന പ്രാർത്ഥനകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു ഖബറാക്കി അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ മാറ്റരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ശേഷം അവിടുന്ന് പറഞ്ഞു, ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അല്ലാഹുവിന്റെ കോപം അതികഠിനമായിരിക്കുന്നു. എങ്ങനെയുള്ളവരുടെ മേലാണ്? അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാരുടെ അവരുടെ ഖബറുകൾ അവർ മസ്ജിദുകളാക്കി സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ കോപമുള്ളതാക്കി തീർത്തിരിക്കുന്നു എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുകൾ ആ ഒരു രാഷ്ട്രം അതീവ സുരക്ഷിതമായി കൊണ്ട് യാതൊരുവിധ ഖുറാഫാത്തും യാതൊരുവിധ ബിദ്അത്തുകളും വരാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു എന്നുള്ളത് ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളമായി കൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വസിയത്ത് അത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടത്തിൽ പറഞ്ഞ വാചകം നമുക്ക് കാണാം, അസ്സലാ വമാ മലകത് ഐമാനുക്കും, നിങ്ങൾ നമസ്കാരം നിങ്ങൾ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകളെയും അവരുടെ വിഷയത്തിലും നിങ്ങൾ അവരോട് ദുൽമ കാണിക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിക്കണമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന മിൻ ആഖിരി വസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന വസിയത്തിൽപ്പെട്ട ഒന്നായിരുന്നു നമസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവപൂർവ്വം കാണണമേ എന്നുള്ള വസിയത്ത് എന്നൊക്കെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയും പറഞ്ഞതായി കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊക്കെ ഇന്ന് എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം മാറ്റി നിർത്തുക നമ്മുടെ നിസ്കാരമായിരിക്കും. വീട്ടിലൊരു വിവാഹം വന്നു, അതല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു, അതല്ലെങ്കിൽ ഒരു യാത്ര വന്നു, ഏതേത് കാര്യങ്ങളുണ്ട് എങ്കിലും നമ്മൾ ആദ്യം മാറ്റി നിർത്തുന്നത് നമ്മുടെ നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു ബുദ്ധിയുള്ള അതുപോലെ തന്നെ ബോധമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് അവസ്ഥയിലും
അവന് ശരീഅത്ത് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അവന് മാറ്റി നിർത്താൻ അവൻക്ക് അനുവാദം നൽകുന്നില്ല എന്നാണ്. അവൻ രോഗിയായി കിടക്കുകയാണ്, അവർക്കുള്ള നിസ്കാരം വേറെ ഉണ്ട്. അവനക്ക് യാതൊരുവിധ ചലനങ്ങളും നടത്താൻ സാധിക്കുന്നില്ല. അവരെങ്ങനെ നിസ്കരിക്കണം? ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മേഖലയിലും നമ്മൾ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒഴിവ് കഴിവ് പറയാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. ഖിയാമത്ത് നാളിൽ ആദ്യമായി ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. വ ഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ. അതെങ്ങാനും ശരിയാവുകയാണ് എങ്കിൽ അവന്റെ മറ്റുള്ളതെല്ലാം ശരിയാകുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സൂചിപ്പിച്ചതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് ബോധം കെട്ട് ബോധക്ഷയനായി വീഴുന്ന സന്ദർഭത്തിലും ബോധം വരുമ്പോഴൊക്കെ റസൂലുള്ളാഹി ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ, ജനങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. അപ്പൊ എത്ര ഗൗരവമുള്ള വിഷയമാണ് നമസ്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും എന്ത് വിഷയം വന്നാലും നമ്മൾ ആദ്യം മാറ്റി നിർത്തുന്നത് നിസ്കാരമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അലംഭാവം കാണിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന സന്ദർഭത്തിലുള്ള മറ്റൊരു വസിയത്തായിരുന്നു അള്ളാഹുവിനെ സംബന്ധിച്ച് സൽ വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളത്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല മൗതിഹി ബിസലാസതി അയ്യാമിൻ യഖൂൽ. മരിക്കുന്നതിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 3 ദിവസങ്ങൾക്ക് മുമ്പായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ ഇങ്ങനെ കേട്ടു, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹി അസ്സ വജല്ല. നിങ്ങളിൽ ഒരാളും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മോശം വിചാരിച്ചുകൊണ്ട് മരിക്കുന്ന, നല്ലതായി മാത്രം വിചാരിച്ചല്ലാതെ മരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് എന്ന്. ഏറ്റവും നല്ല വിചാരമായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമുക്ക് ഉടനീള ജീവിതത്തിൽ നമ്മൾ വെച്ച് പുലർത്തേണ്ടത്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പലപ്പോഴും പല ക്ലിപ്പുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോകൾ കണ്ടിട്ടോ ഒക്കെ പലപ്പോഴും നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും മരണപ്പെട്ടു പോകുമ്പോഴും അല്ലെങ്കിൽ പല ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പല ആളുകളും സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ അള്ളാഹു എവിടെയാണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മോശമായ ചിന്തകൾ അവർ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മരിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിചാരം വെച്ചുകൊണ്ടാണ്. അതെന്താണ് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് ഷെറായിട്ടായിരിക്കും നമുക്ക് തോന്നുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് ഹൈറായിക്കൊണ്ടായിരിക്കും നമുക്ക് തോന്നുക. കാരണം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളും ഇപ്പതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് തന്നെ കൃത്യമായ ധാരണയില്ല. പക്ഷേ റഹ്മാനായ റബ്ബ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ സംഗതികളെ സംബന്ധിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളെ സംബന്ധിച്ചും വരാനിരിക്കുന്ന സംഗതികളെ സംബന്ധിച്ചും മാത്രമല്ല, ഒരു കാര്യം ഉണ്ടായാൽ എങ്ങനെ, ഒരു കാര്യം ഉണ്ടായില്ല എങ്കിൽ എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായ ധാരണയുള്ളവനാണ് റഹ്മാനായ റബ്ബ്. കൃത്യമായ അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അപ്പൊ കൃത്യമായ ഒരു അറിവില്ലാത്ത ഒരു വ്യക്തി സംസാരിക്കുന്നതാണോ, അതല്ല കൃത്യമായി എല്ലാത്തിനെയും സംബന്ധിച്ച് കൃത്യമായ ധാരണയും കൃത്യമായ പ്ലാനിങ്ങുമുള്ള ഒരുവന്റെ പ്ലാനിങ്ങിനെ സംബന്ധിച്ചാണോ നമ്മൾ വിശ്വസിക്കേണ്ടുന്നത്? നമ്മൾ ഏത് പ്ലാനിങ്ങിനെയാണ് അല്ലെങ്കിൽ ഏത് കാര്യത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനായ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായ, കഴിഞ്ഞുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ സൽവിചാരം വെച്ച് പുലർത്തേണ്ടത്.
ചില സംഗതികൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഹൈറായിട്ട് തോന്നും, ഒരു പക്ഷേ അത് ഷെറായി ഭവിക്കും. ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഷെറായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് ഹൈറായിരിക്കും നമുക്ക് പിന്നീട് കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കതിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ സ്വന്തം പേഴ്സണൽ ജീവിതത്തിലേക്ക് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊക്കെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഒരാളും തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് മോശമായ വിചാരം വെച്ച് പുലർത്തിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് പോകരുത്, ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ വിട പറയരുത് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എന്തെല്ലാം ശുബ്ഹത്തുകൾ, എന്തെല്ലാം സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിൻ്റെയൊക്കെ ഇസ്ലാമികപരമായ വശം എന്താണ് എന്ന് കൃത്യമായി അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ ഭൗതികന്മാർ പറയുന്ന, ഭൗതികവാദികളായ ആളുകൾ പറയുന്ന, അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ പറയുന്ന വാചകങ്ങളും അവരുടെ അഭിപ്രായങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മരണം അത് ജാഹിലിയത്തിലായിക്കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ മരണം അത് കുഫറിലായിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയം അതീവ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുകയും ദീനിന്റെ എന്തെല്ലാം ശുബ്ഹാത്തുകൾ വന്നാലും സംശയങ്ങൾ വന്നാലും അത് നേരെ പണ്ഡിതന്മാരിലേക്ക് മടക്കുന്ന ഒരു രീതിയും നമ്മൾ കൊണ്ടുവരണം, ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണമെന്ന് ഒരു വസിയത്ത് എന്നോണം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.